ജയനിർമ്മല ആകെ അസ്വസ്ഥയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് നടക്കുകയാണ് ട്ടോ. ആ സമയത്താണ് പ്രസീത വന്നിട്ട് മുന്നിൽ നിൽക്കുന്നത്. പ്രസീതയെ കണ്ടതും ആകെ ദേഷ്യം തോന്നി ഒന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് കാണാത്ത മട്ടിൽ അങ്ങ് പാസ് ചെയ്യാൻ നിൽക്കുകയാണ് ട്ടോ. അപ്പോഴേക്കും അവർ വന്നിട്ട് ജയ നിൽക്ക്, നീ എന്തിനാ എന്നോട് ദേഷ്യത്തോട് പെരുമാറുന്നത്? ഞാൻ എന്തോന്ന് ചെയ്തിട്ടാ എന്ന് ചോദിക്കുകയാണ് ട്ടോ. അപ്പോൾ ജയ പറയുന്നത് എനിക്കിപ്പോൾ എന്നോട് തന്നെയാണ് ദേഷ്യം, അല്ലാതെ മറ്റാരോടുമില്ല. ഭാവനയെ കാണാത്തതിലായിരുന്നല്ലോ നിനക്ക് ഞങ്ങളോട് ദേഷ്യം, ഞങ്ങളെ സംശയം ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് തീർന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ട്ടോ പ്രസീത. അപ്പോൾ ജയ ചോദിക്കുന്നുണ്ട് ആര് പറഞ്ഞു അത് മാറിയെന്ന്? അവൾ ഇതുവരേക്കും ആരാണ് തട്ടിക്കൊണ്ട് പോയത് എന്ന് പറഞ്ഞിട്ടില്ല. അവൾക്കൊരു പക്ഷേ ആള് മനസ്സിലായിട്ടുണ്ടാകില്ല. ഏട്ടൻ എന്റെ ഫോൺ എടുത്ത് അനിരുദ്ധനെ വിളിച്ചത് എന്തായാലും ബിസിനസ് കാര്യത്തിനല്ല എന്ന് എനിക്കറിയാം. ഇപ്പോൾ ഞാനും ഇവിടെ പ്രതിക്കൂട്ടിലായില്ലേ. ഇനിയിപ്പോൾ സൂര്യ വരുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എനിക്കെന്നെ അറിയില്ല. അപ്പോൾ അജയനും അങ്ങോട്ടേക്ക് ജയ എന്ന് വിളിച്ചുകൊണ്ട് വരികയാണ്. നിന്റെ സമ്മതമില്ലാതെ നിന്റെ ഫോൺ എടുത്തിട്ട് ഞാൻ വിളിക്കാൻ പാടില്ലായിരുന്നു, അത് തെറ്റാണെന്ന് എനിക്കറിയാം. ജയ പറയുന്നത് ഇനിയിപ്പോൾ അത് പറഞ്ഞൊന്നും കാര്യമില്ലല്ലോ. ദേവേട്ടനെ സൂര്യയുടെ മുന്നിൽ ഞാനിപ്പോൾ ഒരു തെറ്റുകാരിയായില്ലേ. മാനസക്കും ഇപ്പോൾ എന്നെ സംശയമുണ്ടാകും. ഞാനിപ്പോൾ നിലയില്ലാ കയത്തിൽ മുങ്ങി നിൽക്കുകയാണ്. ഇനി ചുഴിയിലേക്ക് എന്നെ തള്ളിവിടരുത്. ഞാൻ അറിയാത്ത കാര്യങ്ങൾ എന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ആരൊക്കെയോ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട്. ദേവേട്ടൻ വരെ എന്നെ ഇപ്പോൾ സംശയത്തോടു കൂടി നോക്കുന്നത്. അപ്പോൾ അജയൻ പറയുന്നത് അതിന് നിന്റെ ഫോണിൽ നിന്നും അനിരുദ്ധനെ വിളിച്ചത് നീ അറിയാതെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, പിന്നെന്താ പ്രശ്നം? അതവിടെ തീർന്നില്ലേ? ആര് പറഞ്ഞു ഏട്ടൻ പറഞ്ഞതെല്ലാം ദേവേട്ടൻ വിശ്വസിച്ചു എന്ന്? ഇതൊക്കെ നമ്മൾ 3 പേരും നടത്തുന്ന ഒത്തുകളിയാണെന്നേ അവർ വിശ്വസിക്കുകയുള്ളൂ. ഞാൻ പണ്ടെങ്ങോ ചെയ്ത വോയിസ് ക്ലിപ്പ് എടുത്ത് എന്നെ ഭീഷണിപ്പെടുത്തിയാണ് നിങ്ങൾ ഇവിടെ കയറിയതെന്നുള്ള കാര്യം സത്യമൊന്നും അവർക്കറിയില്ലല്ലോ. അപ്പോൾ അജയൻ പറയുന്നത് ജയ വേറെ ഒരു വഴി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നല്ലാതെ ഞാൻ ആരുടെ മുന്നിലും ആ വോയിസ് ക്ലിപ്പ് ഇതുവരെ കാണിച്ചിട്ടില്ല, ഇനി കാണിക്കാനും പോകുന്നില്ല എന്ന് പറയാൻ ട്ടോ. അപ്പോൾ ജയ പറയുന്നുണ്ട് ഏട്ടാ എല്ലാവർക്കും നിലനിൽപ്പാണല്ലോ പ്രശ്നം, അതുകൊണ്ട് ആരെയും അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കുന്നതിരിക്കുന്നതാണ് ബുദ്ധി. അപ്പോൾ അജയനും പ്രസീതയും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് ട്ടോ. പിന്നീട് ജയ പറയുന്നുണ്ട് എന്തായാലും ഭാവനെ ആരെയോ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആരോ പിടിക്കപ്പെടാൻ പോകുന്നുണ്ട്. അതിനുള്ള കളിയാണ് ഇപ്പോൾ അവൾ കളിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളാണ് ഇതിന്റെ പിന്നിലുള്ളത് എങ്കിൽ എന്നെ വിട്ടേക്കണം, ഞാൻ അറിയാത്ത കേസാണത്, പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞിട്ട് ജയ വളരെ ദേഷ്യത്തിൽ തന്നെ അവിടെ നിന്നും ഇറങ്ങി പോവാൻ ട്ടോ. അപ്പോൾ അജയനും പ്രസീത മുഖത്തോട് മുഖം നോക്കി ആകെ ടെൻഷനായിട്ട് ഇനി എന്ത് ചെയ്യും എന്ന രീതിയിൽ നിൽക്കുകയാണ് ട്ടോ. പിന്നീട് കാണിക്കുന്നത് സൂര്യ അവന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. സൂര്യ വന്നിറങ്ങുന്നത് കണ്ട് വളരെ സന്തോഷിച്ച് തന്നെ ദേവൻ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടി ചെല്ലുകയാണ്. എന്തായി മോനെ, നിന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാൻ നിൽക്കുകയായിരുന്നു. ഭാഗ്യത്തിന് ഭാവനക്ക് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല അച്ഛാ. ഞാൻ അവളെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ടാണ് വരുന്നത്. പക്ഷെ അവൾ കാര്യങ്ങളൊന്നും തുറന്നു പറയുന്നില്ല. അവൾ ആരൊക്കെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ് എന്ന് പറയാൻ ട്ടോ. അവൾ ആരെ സംരക്ഷിക്കാനാടാ എന്ന് ചോദിക്കുന്നുണ്ട് ദേവ്. അതറിയില്ല അച്ഛാ, പക്ഷേ അവൾ എന്തൊക്കെയോ മറക്കുന്നുണ്ട്, ആ കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട എന്ന് പറയാണ്. അപ്പോൾ ദേവൻ ചോദിക്കുന്നതിന് കാര്യം സംശയമുണ്ട്. സംശയിക്കുകയാണെങ്കിൽ അച്ഛാ ഒരുപാട് ആളുകളെ സംശയിക്കാനില്ല. ഭാവനയ്ക്ക് മുൻപുണ്ടായ ശത്രുക്കൾ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കഴിയുന്ന 2 ആൾ, പിന്നെ എന്തിന് നമ്മുടെ അമ്മയെ വരെ സംശയിക്കാമല്ലോ എന്ന് പറയാണ്. ഇത് കേട്ടുകൊണ്ടാണ് ട്ടോ ജയ നിർമ്മല അങ്ങോട്ടേക്ക് വരുന്നത്. അതേടാ നീ എന്നെ തന്നെ സംശയിക്കണം. എന്താടാ ഞാനാണോ ഭാവനയെ തട്ടിക്കൊണ്ടു പോയത് എന്ന് ചോദിക്കട്ടെ ജയ. അപ്പോൾ ദേവൻ പറയുന്നുണ്ട് സംശയിക്കുന്നവരുടെ ലിസ്റ്റിൽ നീയും ഉണ്ടെന്നല്ലേ അവൻ പറഞ്ഞിട്ടുള്ളൂ, നീയാണെന്ന് പറഞ്ഞില്ലല്ലോ, എന്തിനു കൂടുതൽ പറയണം, ഇത് തന്നെ ധാരാളം എന്ന് പറയട്ടെ ജയ. നിന്റെ പഴയ സ്വഭാവം ഇപ്പോൾ നീ കാണിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നിന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയട്ടെ ദേവൻ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അമ്മ എന്തായാലും സ്വന്തം ഏട്ടനെ ഏട്ടത്തെയും ഇവിടെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു, അവസാനം അനുഭവിക്കുമ്പോൾ മനസ്സിലായിക്കോളും. അവരെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിട്ടില്ലെങ്കിൽ പിന്നെ അമ്മക്ക് മോനെ എന്ന് വിളിക്കാൻ ഞാൻ ഇവിടെ ഉണ്ടാകില്ല എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ജയ ഒന്ന് ഷോക്കാവുന്നുണ്ട് കേട്ടോ. സഹിക്കാവുന്നതിന്റെ അപ്പുറം ഞാനും ഭാവനയും അനുഭവിച്ചതാണ്. അമ്മയെ കാണാൻ വന്നിട്ടില്ലേ, അത് അമ്മക്ക് വിഷമമാകുമെന്ന് കരുതിയിട്ടാണ് അവൾ ഇവിടെ വരെ വന്നത്. അപ്പോൾ ഇതാ പറഞ്ഞത് വെച്ചതുപോലെ തന്നെ അവളെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. നീ എന്താ എന്നെ പേടിപ്പിക്കുകയാണോ? ഈ കാര്യത്തിൽ എനിക്കൊരു ഉത്തരവാദിത്വമില്ല, ഒരു ബന്ധവുമില്ല എന്ന് തീർത്തും പറയാൻ ട്ടോ ജയ. നീ അല്ലെങ്കിൽ നിന്റെ ഏട്ടന്മാർ ഇവിടെ ഉണ്ടല്ലോ, അവരാരെങ്കിലും ആയിരിക്കും ഒപ്പിച്ചതെന്ന് ദേവനും പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് അവരെ അങ്ങനെ അങ്ങ് ഇറക്കിടാൻ പറ്റില്ല. വനിതാ കമ്മീഷന് മുന്നിൽ മാനസയുടെ കുഞ്ഞിന്റെ അച്ഛൻ നീയാണെന്ന് പറഞ്ഞ് എനിക്ക് ഓർമ്മയില്ല. അവരെങ്ങനെ ഇറക്കിവിട്ടാൽ മാനസയെ കൊണ്ടേ അവർ പോവുകയുള്ളൂ. പിന്നീട് ഇതെല്ലാം കൂടുതൽ പ്രശ്നമാകും. മാത്രമല്ല അവരുടെ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഇനി അവളെ കൂടുതൽ നോക്കാനൊന്നും കഴിയില്ല. അതുകൊണ്ട് അവരെന്തായാലും ഇവിടെ വേണം എന്ന് പറയട്ടെ ജയ. അപ്പോൾ സൂര്യ പറയുന്നുണ്ടെങ്കിൽ ഒരു ഹോം നേഴ്സിനാക്കിയാൽ അതൊന്നും പറ്റില്ല എന്നും അവൾ പറയാൻ. അങ്ങനെ അവർ 3 പേര് സംസാരിച്ച് ആകെ പ്രശ്നം വഷളമാകാൻ ട്ടോ. അവസാനം ജയ പറയും ഞാനാണല്ലോ ഇവിടെ പ്രശ്നക്കാർ, അതുകൊണ്ട് ഞാൻ തന്നെ ഈ വീട്ടിൽ നിന്നും പോയേക്കാം, അപ്പോൾ നിങ്ങൾക്ക് സമാധാനമാകുമല്ലോ. ഇത് കേൾക്കുമ്പോൾ സൂര്യ പറയുന്നുണ്ട് അമ്മ എവിടേക്കും പോകണ്ട, ഞാനാണ് ഇവിടെ അധികപ്പറ്റി, ഞാൻ തന്നെ ഇവിടെ നിന്ന് പോയേക്കാം എന്ന് പറഞ്ഞു അവൻ നേരെ അകത്തേക്ക് പോവാൻ ട്ടോ. ഇത് കേട്ട് ജയ ആകെ ഷോക്കായി നിൽക്കുകയാണ്. എന്നിട്ട് അവൻ റൂമിൽ ചെന്ന് ഒരു ട്രോളി എടുത്ത് അതിലേക്ക് അലമാരയിൽ നിന്നും അവന്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കുകയാണ്. തൊട്ട് പിന്നാലെ തന്നെ ദേവനും അവിടെ എത്തുന്നുണ്ട്. എടാ മോനെ നീ എന്തായി ചെയ്യുന്നത്? അമ്മ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ ഇങ്ങനെയാണോ ചെയ്യുക? സൂര്യ ചോദിക്കുക പിന്നെ എന്താ ഞാൻ ചെയ്യേണ്ടത് അച്ഛൻ? എല്ലാവരും കൂടി ആ പാവത്തിനെ ഇല്ലാതാക്കുന്നത് അച്ഛനും കൂടി കണ്ടതല്ലേ. നീ ഒന്ന് സമാധാനപ്പെടും മോനെ, ഇക്കാര്യത്തിൽ നിന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ അവൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവളുടെ മുഖത്ത് കാണാതിരിക്കില്ല. പിന്നെ എന്തിനാണ് അച്ഛാ അമ്മയുടെ ഫോണിൽ നിന്നും ആ അനിരുദ്ധനെ വിളിച്ചത് എന്ന് ചോദിക്കുന്ന സൂര്യ. അത് നിന്റെ അമ്മ പറഞ്ഞത് നീ കേട്ടില്ലേ, അത് അവൾ അറിയാത്ത കാര്യമാണ്, അത് ആ അജയൻ ചെയ്തതല്ലേ എന്ന് ചോദിക്കാൻ ട്ടോ. അത് ചിലപ്പോൾ നിന്റെ അമ്മയെ സംശയിക്കാൻ വേണ്ടി ആ അജയൻ ചെയ്ത പണിയായിരിക്കും എന്ന് പറയാൻ. പിന്നെ എന്തിനാണ് അങ്ങനെയുള്ളവരെ കൂടെ നിർത്തുന്നത് അച്ഛ എന്ന് സൂര്യ ചോദിക്കുക. അത് നിന്റെ അമ്മ പറഞ്ഞ നേരത്തെ നീ കേട്ടില്ലേ, മാനസയുടെ കാര്യം ആലോചിച്ചിട്ട് മാത്രമാണ് അവൾ ചെയ്യുന്നത്. അങ്ങനെ സൂര്യയുടെ ഓരോ ക്വസ്റ്റ്യനും ദേവന് അതിന്റെ ആൻസർ കൊടുക്കുകയാണ്.
എന്നിട്ട് പറയുന്നത് ഇനിയിപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ, ഭാവനയുടെ ഡെലിവറി കഴിയുന്നത് വരെ അവളെ ഇനി ഇങ്ങോട്ടേ കൊണ്ടുവരണ്ട. അപ്പോൾ സൂര്യ പറയുന്നത് അത് തന്നെയാണ് അച്ഛാ ഇവിടെയുള്ള ഓരോരുത്തരുടെയും മനസ്സിലിരിപ്പ്, ഭാവന ഒരിക്കലും ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല. എന്നിട്ട് അവൻ വീണ്ടും പോകാൻ നിൽക്കുകയാണ്. എന്തായാലും മാനസക്ക് ഈ വീട് കൊടുക്കാമെന്ന് നേരത്തെ പറഞ്ഞതാണല്ലോ, അതിന്റെ ഒരു അധികാരത്തിൽ തന്നെയാണ് അവരിവിടെ കയറിയിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് സൂര്യ പറയാൻ കേട്ടോ. അപ്പോൾ ദേവന് പറയുന്നത് പറഞ്ഞിട്ടില്ലല്ലോ, കൊടുത്തിട്ടില്ലല്ലോ, ആദ്യം മാനസ നിങ്ങളുടെ കുഞ്ഞിനെ പ്രസവിക്കട്ടെ, അത് കഴിഞ്ഞ് അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം, എന്നിട്ട് വേണം ഈ വീട് അവളുടെ പേര് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യേണ്ട, ഭാവനയിൽ നിന്നും എങ്ങനെയെങ്കിലും സത്യം മനസ്സിലാക്കണം, നീ ചോദിക്കേണ്ട വിധത്തിൽ ചോദിക്കണം എന്ന് പറയാൻ സൂര്യ പറയുന്നുണ്ട്. അതുകൊണ്ടൊന്നും കാര്യമില്ല അച്ഛാ, അവൾ പറയില്ല, അവളുടെ മനസ്സിൽ എന്തൊക്കെ കണക്കൂട്ടലുകളുണ്ട്, അല്ലാതെ ഭയപ്പാടല്ല കാണുന്നത്, അതുകൊണ്ടാണ് ഞാൻ അമ്മയെ സംശയമുണ്ടെന്ന് പറഞ്ഞത്. എന്തായാലും അധികകാലം അവൾക്ക് എന്നോടും അവളുടെ അമ്മയോടും കാര്യങ്ങളൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല, 2-3 ദിവസം കഴിയുമ്പോൾ അവൾ തന്നെ ഞങ്ങളോട് പറയും, അതുവരേക്കും നമുക്ക് കാത്തിരിക്കാം എന്ന് പറയാൻ കേട്ടോ. എന്തായാലും മോനെ നീ ഒന്ന് റെസ്റ്റ് എടുക്ക്, ഇന്നലെ തീരെ ഉറങ്ങാത്തതല്ലേ, ഒന്ന് ഫ്രഷ് ആയിട്ട് കിടന്നുറങ്ങ് എന്ന് പറഞ്ഞിട്ട് ദേവൻ അവിടെ നിന്ന് പോവാൻ കേട്ടോ. പിന്നീട് കാണിക്കുന്ന ഭാവനയുടെ വീടാണ്. ഭാവന അവളുടെ അച്ഛന്റെ ഫോട്ടോക്ക് മുന്നിലുള്ള വിളക്കിൽ തിരി കൊളുത്തിയിട്ട് പ്രാർത്ഥിക്കാൻ. ആ സമയത്താണ് അവളെത്തി വിവരം അറിഞ്ഞ് ജാനകിയും വിജയപത്മനും അവിടെ എത്തുന്നത്. മോളെ പൊന്നു മോളെ, നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ജാനകി അവളെ കെട്ടിപ്പിടിക്കുകയാണ്. സേതു വിളിച്ച് വിവരം പറഞ്ഞപ്പോഴാണ് ഞങ്ങളെല്ലാം അറിഞ്ഞത്, ഞങ്ങളൊക്കെ ആകെ വിഷമിച്ച് പോയി എന്നൊക്കെ പറയാണ്. എന്തായാലും ഞാനിപ്പോൾ വന്നല്ലോ വല്യമ്മ, ഒരു കുഴപ്പവുമില്ലാതെ എന്ന് പറയാൻ കേട്ടോ ഭാവന. നീ വന്നതല്ലേ മോളെ, ഞങ്ങളെല്ലാം പ്രാർത്ഥന കൊണ്ട് ദൈവം നിന്നെ ഇവിടെ എത്തിച്ചതാ, ഇങ്ങനെയൊക്കെ ജാനകി പറയുന്നുണ്ട്. പിന്നീട് എന്നാൽ ആരായിരിക്കും ഇതിനെ പിന്നിൽ തട്ടിക്കൊണ്ടു പോകുക എന്ന് വെച്ചാൽ എന്നൊക്കെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ ഭാവന പഴയത് എല്ലാവരോടും പറഞ്ഞതുപോലെ തന്നെയാണ് കേട്ടോ, ആൾ മാറിയാണ് തട്ടിക്കൊണ്ടു പോയത് എന്നൊക്കെ പറയാണ്. ആ സമയത്ത് അവളുടെ ഓരോ വാക്കുകളും ജാനകിയുടെ ഓരോ ക്വസ്റ്റ്യനുള്ള ആൻസർ എല്ലാം അവൾ പറയുന്ന രീതിയൊക്കെ ഗായത്രി തൊട്ടടുത്ത് നിന്ന് തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കാൻ കേട്ടോ. ഞങ്ങൾക്ക് അജയനെയും ഭാര്യയെയും അതുപോലെ തന്നെ ജയൊക്കെ സംശയമുണ്ടായിരുന്നു, അങ്ങനെ സംശയിക്കാൻ പോയി നമുക്ക് എല്ലാവരും സംശയിക്കാനല്ലേ നേരം ഉണ്ടാകുമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഭാവന. എന്തായാലും ഇനി ഒറ്റയ്ക്ക് നീ എവിടേക്കും ഇറങ്ങി പോകരുത്, നിനക്കിനി കൂട്ടിന് എന്തെങ്കിലും ആവശ്യം വന്നാൽ ആരെയും കിട്ടിയിട്ടില്ലെങ്കിൽ നീ എന്നെ വിളിക്കണം എന്നൊക്കെ ജാനകി പറയാൻ കേട്ടോ ഭാവനയോട്. അതേ വല്യമ്മ, ഇനി ഒരു ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യും. അപ്പോൾ വിജയപത്മൻ പറയുന്നത് അവൾക്കിപ്പോൾ പല്ലവി മോളെക്കാളും സ്നേഹം നിന്നോടാണ്, അതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ പറയുന്നത്, അത് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് അവർ ചിരിക്കാൻ കേട്ടോ. അങ്ങനെ ജാനകി പറയും എന്തായാലും അവൾ ഇങ്ങ് വന്നല്ലോ, ഇപ്പോൾ സമാധാനമായി, ഇപ്പോൾ നേരിട്ട് കാണുകയും ചെയ്തു, ഇനി നമുക്ക് ഇറങ്ങാം പപ്പേട്ട എന്ന് പറയാണ്. അങ്ങനെ അവർ അവിടെ നിന്ന് പോവാൻ കേട്ടോ. ശേഷം ഭാവന ഒരുപാട് കാര്യങ്ങൾ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്ന് മനസ്സിൽ കണക്ക് കൂട്ടി ഇങ്ങനെ തീരുമാനിക്കുകയാണ്. അതിനിടക്കാണ് കേട്ടോ സൂര്യ വിളിക്കുന്നത്. അപ്പോൾ സൂര്യയോട് അവള് അവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. സൂര്യ പോയിട്ട് ആന്റിയോട് പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ പ്രശ്നമുണ്ട്, അങ്ങനെ ഞാൻ വീട് വിട്ട് ഇറങ്ങാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് അച്ഛന്റെ കാര്യം ഓർത്തത്, അച്ഛൻ ഒരാൾ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിന്നത്, ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴേ പുറത്ത് പോയേനെ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഭാവന പറയും എന്തിനാ സൂര്യ അങ്ങനെയൊക്കെ നിൽക്കുന്നത്, അത് കൂടുതൽ അവർക്ക് വിഷമമാകില്ലേ, ഞാൻ പറഞ്ഞില്ലേ ആന്റിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ലെന്ന്, പിന്നെ എന്താ സൂര്യ വിശ്വസിക്കാത്തത് എന്ന് പറയാണ്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട് സത്യം എന്താണ് നിന്റെ വായിൽ വരുന്നത് വരെ ഞാൻ എന്തായാലും അമ്മയെയും അവിശ്വസിക്കും, എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ പറയാൻ. അവസാനം അച്ഛൻ എടുത്തിരിക്കുന്നത് ഇനി എന്തായാലും നിന്റെ ഡെലിവറി കഴിയുന്നത് വരെ ഇങ്ങോട്ടേക്ക് വരുത്തണ്ട എന്നാണ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഭാവന പറയുന്നുണ്ട് സൂര്യ എന്നോട് ക്ഷമിക്കണം, സൂര്യ ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാനായിരുന്നു ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ സൂര്യ എന്താണ് ഭാവന എന്ന് ചോദിക്കുന്നുണ്ട്. സൂര്യ ഞാൻ എന്തായാലും നാളെ അങ്ങോട്ടേക്ക് വരികയാണ്. ഇങ്ങനെ ഭാവന പറയുമ്പോൾ സൂര്യ ആകെ ഷോക്കാവും കേട്ടോ. അതെന്താ ഭാവന, നീ എത്ര പറഞ്ഞാലും പഠിക്കില്ലേ, കഴിഞ്ഞതൊക്കെ മറന്നിട്ടാണ് നീ വീണ്ടും ഇറങ്ങി പുറപ്പെടുന്നത്, മാത്രമല്ല സേതുവേട്ടൻ ആന്റിയും അറിഞ്ഞാൽ ഇനി സമ്മതിക്കുമോ, ഒരു തവണ തന്നെ ആരും പറഞ്ഞത് കേൾക്കാതെ ഇവിടെ വന്ന് പോയതിന്റെ ഫലം നീ കണ്ടതല്ലേ, നീയല്ലേ അനുഭവിച്ചത്, എന്നിട്ടും നിനക്ക് ഇതിൽ നിന്നും ഒന്നും പഠിക്കാനായില്ലേ എന്നൊക്കെ ചോദിക്കാട്ടോ സൂര്യ ദേഷ്യത്തിൽ. അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഇല്ല സൂര്യ, ഇനി കഴിഞ്ഞു പോയതുപോലെ ഒന്നും റിപ്പീറ്റ് ചെയ്യില്ല, ഇനി എന്തായാലും ഞാൻ ആ പഴയ ഭാവനയിലേക്ക് തന്നെ മടങ്ങുകയാണ്, എങ്കിലേ എനിക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയാട്ടോ സൂര്യയോട്. അപ്പോൾ സൂര്യ പറയും എന്തൊക്കെ ഭാവന നീ പറയുന്നത്, എന്തായാലും സൂര്യ എനിക്ക് അവിടെ വന്നേ പറ്റും, സൂര്യ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കില്ല, ഇത് ഞാൻ സൂര്യക്ക് തരുന്ന വാക്കാണ് എന്നൊക്കെ പറയാട്ടോ. സൂര്യ പറയുന്നുണ്ട് ഭാവന നീ ഇങ്ങോട്ട് വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആലോചിച്ചിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്, ഒന്നും കാണാതെ നീ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരില്ല എന്നും എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ വരാം നാളെ എന്ന് പറയാട്ടോ സൂര്യ. പിന്നീട് ഭാവന മായയോടും സേതുവിനോടും അമ്മയോടൊക്കെ പറയാട്ടോ നാളെ പോകുന്ന വിവരം, ഞാൻ നാളെ സൂര്യയുടെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറയാൻ, സൂര്യ എന്നെ കൊണ്ടുപോകാൻ വരും എന്നും പറയാണ്. ഇത് കേൾക്കുമ്പോൾ സേതുവിനൊക്കെ ആകെ ദേഷ്യം വരികയാണ്. എന്താ ഭാവന നിനക്ക് ഇത്രയ്ക്കും ബുദ്ധി ഇല്ലാണ്ടായി പോയോ, ഒരു ആപത്തിൽപ്പെട്ട് എല്ലാവരും ആകെ വിഷമിച്ച് നീ ഇപ്പോൾ തിരിച്ചു വന്നതേയുള്ളൂ, അപ്പോൾ വീണ്ടും നീ അറിഞ്ഞുകൊണ്ട് മറ്റൊരാപത്തിലേക്ക് എടുത്തു ചാടുകയാണോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ഭാവന പറയുന്നത് സേതുവേട്ടാ നിങ്ങൾ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ എല്ലാ വിഷമവും എനിക്ക് അറിയുകയും ചെയ്യാം, പക്ഷേ എനിക്കിപ്പോൾ പോയേ പറ്റൂ, ഞാൻ ഇങ്ങനെ പറയുന്നതിൽ അതിൻ്റെതായ കാരണം, ഒരു പ്രശ്നവും സംഭവിക്കാതെ ഞാൻ തിരിച്ചു വരും എന്നൊക്കെ ഭാവന പറയാൻ കേട്ടോ. അപ്പോൾ സേതു പറയുന്നുണ്ട് ഇല്ല ഭാവന, നിന്നെ ഞാൻ എവിടേക്കും വിടില്ല, ഇനി വയ്യ ഇതുപോലെ ടെൻഷൻ അനുഭവിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മായം പറയുന്നു അതേ ഭാവന നീ ഒന്നുകൂടി ആലോചിക്കും, നീ ചെയ്യുന്നത് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന കാര്യങ്ങളാണെന്ന് അറിയാമോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ഇല്ല മായച്ചി, ഞാൻ പറഞ്ഞില്ലേ എല്ലാവരോടും ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഗായത്രി ഇതെല്ലാം കേട്ട് നിശബ്ദമായി നിൽക്കുകയാണ്, കാരണം നേരത്തെ തന്നെ അവർ സേതുവിനോട് പറഞ്ഞിരുന്നു ചിലപ്പോൾ ഭാവന വീണ്ടും അവിടേക്ക് തന്നെ തിരിച്ചു പോകും, അവൾ എന്തൊക്കെയോ മനസ്സിൽ കണക്കൂട്ടി വെച്ചിട്ടുണ്ട് എന്നൊക്കെ, അതുകൊണ്ട് തന്നെ അവളുടെ ഓരോ മുഖഭാവത്തിൽ നിന്നും
ഗായത്രിക്ക് അത് മനസ്സിലാക്കാമായിരുന്നു കേട്ടോ. പിന്നീട് രാത്രിയിലെ ഭാവന റൂമിലിരിക്കുകയാണ്. ആ സമയത്ത് ഗായത്രി ചോറുമായിട്ട് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് ഓരോ ഉരുളകൾ എടുത്തിട്ട് അവരുടെ വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ശേഷം ഭാവന ചോദിക്കുന്നു, എന്താ അമ്മ ഒന്നും പറയാത്തത്? ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടും അമ്മ ഒന്നും എതിർത്ത് പോകുന്നില്ലല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ ഗായത്രി പറയുന്നത്, നീ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട് എനിക്കറിയാം, പക്ഷെ നീ ആരോടും അത് തുറന്ന് പറയാൻ തയ്യാറല്ല. നിന്നെ തട്ടിക്കൊണ്ട് പോയവർ ചുമ്മാതല്ല നിന്നെ വിട്ടത്, അതിന്റെ പിന്നിൽ കാര്യമായിട്ട് എന്തോ രഹസ്യമുണ്ട്, നീ അത് ഞങ്ങളോട് മനഃപൂർവ്വം മറച്ചു വെക്കുകയാണ് എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ ഭാവന പറയുന്നുണ്ട്, അമ്മ എനിക്ക് അമ്മയോട് മറച്ചു വെക്കാനൊന്നുമില്ല, ആരാണ് എന്നെ തട്ടിക്കൊണ്ട് എന്തിനാണെന്നൊക്കെ ഞാൻ അമ്മയോട് പറയാം എന്ന് പറയാം കേട്ടോ. എന്നിട്ട് അവർ മഹേന്ദ്ര ശർമ്മ ആരാണെന്ന്, അവരെന്തിനാണ് തട്ടിക്കൊണ്ട് പോയത്, അവർ എന്ത് ദൗത്യമാണ് അവളെ ഏൽപ്പിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം കേട്ട് ഗായത്രിയും ആകെ ഷോക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ലക്ഷ്യം മാനസയാണല്ലോ, അവളാണെന്ന് കരുതിയാണല്ലേ നിന്നെ അവർ തട്ടിക്കൊണ്ട് പോയത്. അങ്ങനെ ആ സുനിൽ ശർമ്മയും മാനസയും കാണുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആ സുനിൽ ശർമ്മയാകുമോ മോളെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ഗായത്രി. ഇത് കേട്ട് ഭാവനയ്ക്കും സംശയമാകുകയാണ്. ഭാവന പറയുന്നുണ്ട്, എല്ലാത്തിനും സത്യം എനിക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടേക്ക് പോയേ പറ്റും, അതും മാനസയെ എനിക്ക് കിട്ടണം, അവളുമായിട്ട് സംസാരിച്ച് എനിക്ക് അവളിൽ നിന്ന് സത്യങ്ങൾ മനസ്സിലാക്കണം അമ്മ. ഒരു പക്ഷേ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തായിരിക്കും സത്യാവസ്ഥ കിടക്കുന്നത്. എന്തായാലും ഞാൻ അവിടേക്ക് പോവുകയാണ്, അമ്മ എന്നെ കുറിച്ച് ഒട്ടും ഭയക്കേണ്ട, ആ പഴയ ഭാവനയായിട്ടാണ് ഞാൻ മടങ്ങി പോകുന്നത് എന്നൊക്കെ പറയാം കേട്ടോ.